റബ്ബർ ബുഷ് 4 എണ്ണം. അതിൻ്റെ മുകളിൽ ഒരു വാഷർ വീതം, ഓരോ വാഷർ വീതം എടുക്കുക, 4 വാഷർ. ഇത് ഫ്രിഡ്ജിൻ്റെ ഗ്രില്ലാണ്, ട്രേ ആയിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഇതൊരെണ്ണം എടുത്ത് ഇതുപോലെ ഫിറ്റ് ചെയ്യുക. അതിൻ്റെ മുകളിൽ വീണ്ടും ഓരോ വാഷർ വീതം ഇടുക. ഇനി ഇതിൻ്റെ മുകളിൽ ഓരോ നട്ട് വീതം വെച്ച് ടൈറ്റ് ചെയ്യുക. അപ്പം കാല് റെഡി. അപ്പോൾ റബ്ബർ ബുഷാണ് നല്ലത് ഇതിന്. ഈ ബുഷിന് വെയിറ്റ് ഉണ്ട്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വരുത്തിയതാണ്. ആമസോണിൽ സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പോൾ നട്ട് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്തു. ഇനി സ്പാനർ എടുത്ത് മുകളിലുള്ള നട്ട് ഒന്നുകൂടി ടൈറ്റ് ചെയ്ത് വയ്ക്കുന്നു. അപ്പം നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഉപയോഗം ഉണ്ടെങ്കിൽ ഈ ടേബിൾ നിങ്ങൾക്കും ചെയ്യാവുന്നതാണ്. ഇത് മോട്ടർ 24 വോൾട്ട് DC മോട്ടറാണ്. ഇത് സ്പീഡ് കൺട്രോൾ ചെയ്യണ യൂണിറ്റാണ്. ഇത് അതിൻ്റെ സ്പീഡ് കൺട്രോൾ തിരിക്കുന്ന നോവാണ്. ഇങ്ങനെ തിരിക്കുമ്പോൾ അതിൻ്റെ സ്പീഡ്, മോട്ടറിൻ്റെ സ്പീഡ് കൂടുകയും കുറയുകയും ചെയ്യും. ഇത് സ്വിച്ചാണ്, പുഷ് ടു ഓൺ സ്വിച്ച്. ഇത് ലെനോവോ ലാപ്ടോപ്പിൻ്റെ 24 വോൾട്ട് ഒരു അഡാപ്റ്ററാണ്. നമുക്ക് ഇത് പ്ലഗ് ചെയ്യാം. ഈ മോട്ടർ ഇങ്ങനെ ഫിറ്റ് ചെയ്യണം. ഈ ഗ്രില്ലിൻ്റെ ഏകദേശം മധ്യഭാഗത്തായിട്ട് വയ്ക്കുക. അതിനകത്തൊരു നൈലോൺ ടൈ വെച്ച് ടൈറ്റ് ചെയ്യുക. നല്ല രീതിയിൽ ടൈറ്റ് ചെയ്യണം. അതല്ലെങ്കിൽ ഇത് വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാം കൂടെ ഇളകി അങ്ങ് പോകും. അപ്പം മോട്ടർ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മളൊരു വെയിറ്റ് കൊടുക്കണം. അതിന് ഞാനൊരു കയ്യിൽ കിട്ടിയ ഒരു റബ്ബർ കട്ടയാണ്. ആ റബ്ബർ കട്ടയിൽ ഒരു സൈഡിൽ ഹോളിട്ട് അതിനകത്ത് ഫിറ്റ് ചെയ്യും. ഇനി നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇത് എല്ലാം നല്ല സൗകര്യത്തിന് വേണ്ടി ഞാനത് തിരിച്ചു പിടിക്കുകയാണ് ക്യാമറ. നമ്മുടെ ആ യൂണിറ്റിലേക്ക് പിന്നെ ഇത് ഓണാകുമ്പോൾ അതിൻ്റെ RPM തെളിയുന്നുണ്ട്. ഇതിപ്പോൾ 0 ആണ്. മോട്ടർ വർക്കാവുന്നില്ല. മോട്ടറിൻ്റെ RPM അതിൽ എഴുതി കാണിക്കും. ഇതിൻ്റെ നോവൊന്ന് തിരിച്ചു നോക്കുകയാണ്. മോട്ടർ കറങ്ങി തുടങ്ങി. നല്ല ഏകദേശം 40 ഇട്ടപ്പോൾ തന്നെ നല്ല രീതിയിലുള്ള വൈബ്രേറ്റിംഗ് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ എന്തെങ്കിലും ക്രീമുകളോ ചോക്ലേറ്റ് അതുപോലുള്ള സാധനങ്ങൾ കണ്ട ഇതുപോലെ മോൾഡെടുത്ത് ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ അതിൻ്റെ എയർ ബബിൾസൊക്കെ പോയി നല്ല രീതിയിൽ കിട്ടും. ചോക്ലേറ്റ് മോൾഡാണ്, കണ്ടോ, നല്ല രീതിയിൽ. അപ്പം ഇതാണ് വൈബ്രേറ്റിംഗ് ടേബിൾ. അത്യാവശ്യം കാര്യങ്ങൾക്ക് അത് ഉപയോഗിക്കാവുന്നതാണ്.